ഹലോ ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഞാൻ നല്ല മേക്കപ്പ് ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് പോകണം കേട്ടോ. അത് ഇന്ന് ആർ സി സി പോകേണ്ട ദിവസമാണ്. ഇന്നലത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. റെഡിയായിട്ട് വന്നപ്പം നമ്മുടെ ട്രെയിൻ ഉണ്ടല്ലോ, ട്രെയിൻ ലേറ്റാണ്. അപ്പോൾ ദൈവിനെ ചേട്ടാ അപ്പം തന്നെ റെസ്റ്റ് എടുക്കാൻ കിടന്നു. ഞങ്ങൾ പിന്നെ ഞങ്ങളുടേതായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോഴാണ് ഞാൻ വെച്ചാൽ ജസ്റ്റ് വീഡിയോ ഒക്കെ ഇടാലോ, കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അങ്ങനെ പിന്നെ ആ ട്രെയിൻ സമയപ്പം ചേട്ടൻ ചാടിപ്പറണ്ട് എണീറ്റു, മുഖവും കലങ്കി എല്ലാം കഴുകി. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്ക് നമ്മൾ ആ കിട്ടുവരണം ഓട്ടോയിട്ട് വന്നു. അതായത് സിന്ധുജയുടെ ഹസ്ബൻഡ് കേട്ടോ, എൻ്റെ കൂട്ടുകാരുടെ ഹസ്ബൻഡ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പം ട്രെയിൻ പിന്നെയും കുറച്ചും കൂടെ ലേറ്റായിരുന്നു. അതുകൊണ്ട് എന്ത് നമ്മൾ ആർ സി സിയിൽ ചെന്നപ്പോൾ നല്ല ലേറ്റായി. അതുകൊണ്ട് കുറച്ച് പണികളൊക്കെ കിട്ടി, എങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് അവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ട്രെയിൻ ഇത് അപ്പുറത്തെ ട്രെയിനാണ്, നമ്മൾ ട്രെയിൻ വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് നേരം അവിടെ നമ്മൾ ട്രെയിനൊക്കെ വന്നു. അപ്പോൾ സീറ്റ് ഇങ്ങനെ അകലത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞു കുറച്ച് നേരം അകത്തിരുന്നു, കുറച്ച് കഴിയുമ്പോൾ ഞെരിങ്ങേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ടെക്നിക്കുന്നത്. അങ്ങനെ ഞാൻ നോക്കിപ്പോയി, ഞാൻ അങ്ങനെ ഷോയ്ക്ക് കളിച്ച് നമ്മളിങ്ങനെ പോകുകയാണ് കേട്ടോ. അപ്പം എനിക്ക് അഹങ്കരിക്കാൻ എന്തുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ ആയുസ് തന്നെയാണ് എൻ്റെ അഹങ്കാരം അല്ലേ. നമുക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ദിവസവും നമുക്ക് സൗഭാഗ്യങ്ങളാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആർ സി സി ചെല്ലുമ്പോൾ കാണാം ആയുസിന് വേണ്ടി പെടുന്നവരെ അവിടെ ചെന്ന് തന്നെ കാണണം കേട്ടോ. മനുഷ്യരെല്ലാം ഓരോ മനുഷ്യരും ഓരോ അസുഖത്തോടെ ഇങ്ങനെയൊക്കെ മല്ലടിക്കുന്നു എന്നുള്ളത് അപ്പോൾ എന്നോട് പറയാൻ ആർക്കും തോന്നില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് വരുവാണോ ഇതിനകത്ത് ഞാൻ ആർ സി സി വിശേഷം കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ. ബൈ.